ഹലോ ഗൈസ്, നമുക്ക് ജാപ്പനീസ് ട്രിക്കിൽ നമുക്ക് മാത്സ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു മൾട്ടിപ്ലിക്കേഷൻ, ചെറിയ മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊരു ഒരു 22 ഇൻറ്റു 14 നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം 22 എന്ന് പറയുമ്പോൾ ഈ 2 ആദ്യം ടു ലൈൻസ് വരയ്ക്കുക, പിന്നെ ഒരു 2ന് നമ്മൾ 2 ലൈൻസ് വരയ്ക്കുക. പിന്നെ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 14 വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 14 1ഉം പിന്നെ നമുക്ക് വരുന്നത് 4ഉമാണ്. അപ്പോൾ 1 2 3 4 ലൈൻസ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റത്തെ എൻഡിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിൻറ്റ്സുകൾ നോക്കുക, ഈ ലൈൻസ് തമ്മിൽ വരുന്ന പോയിൻറ്റ്സുകൾ. അപ്പോൾ 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 8 ഇവിടെ എഴുതി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇവിടെയാണ്. 1 2 3 4 5 6 7 8. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെയാണ്. 1 2 ഇവിടെ ഒരു 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 1 2 3 4 5 6 7 8 9 10. ഇത് നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് ക്രോസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത്. ഇതും തമ്മിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് 10 കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 10ൻ്റെ 0 മാത്രം എഴുതുക. 1 പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ അത് ശിഷ്ടമായിട്ട് എഴുതി. ഇവിടെ നമുക്ക് വരുന്നത് 1 2 പ്ലസ് 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് 22 ഇൻറ്റു 14 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 308 ആണ് കിട്ടുന്നത്.